റെൻ്റബിൾ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നത് 12 വോൾട്ട് മിനി UPS ആണ്. നമ്മൾ വൈഫൈ മോഡം കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പം ഇതിൻ്റെ ബാക്കപ്പ് ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. പിന്നെ നമ്മളെ ചാർജർ കൊടുക്കുന്നത് നമ്മളെ മോഡത്തിൻ്റെ അതേ ചാർജർ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യിപ്പിക്കാൻ പറ്റും. ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാം. അപ്പോൾ ചാർജിങ് ഓണാണ് എന്നതാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മോഡം കൊടുക്കുന്നത് ഈ ഒരു കണക്ടർ വഴിയാണ് നമ്മൾ മോഡം കൊടുക്കുന്നത്. അപ്പോൾ ഇത് മോഡത്തിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. പഴയ ബാറ്ററി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം പുതിയ ബാറ്ററി ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ കൂടുതൽ സമയം നമുക്കിത് ബാക്കപ്പ് കിട്ടും. ഈ ചാർജർ കൊടുത്തിട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ബാറ്ററി ഓവറായിട്ട് ചാർജ് ആകും എന്ന് വിചാരിക്കേണ്ട. ഇതിൽ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന BMS ബോർഡ് ബാറ്ററി 12.6 വോൾട്ട് ആകുമ്പോൾ ചാർജിങ് കട്ട് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു നിശ്ചിത ശതമാനം ചാർജ് കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും ബാറ്ററി റീകണക്റ്റ്. കറണ്ട് പോകുന്ന സമയങ്ങളിൽ നമ്മൾ വൈഫൈ മോഡ് ഓഫായി കഴിഞ്ഞാൽ ഏകദേശം 15-20 സെക്കൻഡൊക്കെ എടുത്താണ് തിരിച്ച് വൈഫൈ കണക്റ്റ് ആകുന്നത്. ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാക്സിമം നമ്മളിത് പുതിയ ബാറ്ററി ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ ബാറ്ററി നമ്മൾ സീരിയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 12 വോൾട്ട് സീരിയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ ആദ്യത്തെ ബാറ്ററി എന്ന് പറയുമ്പം ഇതാണ്. ഇതിൻ്റെ നെഗറ്റീവ് ഭാഗം ഇതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സീരിയൽ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും 12 വോൾട്ട് കിട്ടും. ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. ഇത് 11.3 ഏകദേശം 11.5 വോൾട്ട് നമുക്കിതിലുണ്ട്. അപ്പോൾ ഈ 11.5 വോൾട്ട് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കൺവെർട്ടറിൽ കൊടുത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും 12 വോൾട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 12 വോൾട്ട് കിട്ടും. അപ്പോൾ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറാണ് നമ്മൾ ഇതിലെടുത്തിരിക്കുന്നത്. ബക്ക് ഡൗൺ കൺവെർട്ടർ ഉണ്ട്. അപ്പോൾ അത് ഇതാണ്. നമ്മൾ ഈ ഒരു കൺവെർട്ടറല്ല ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ടും കാണാൻ ഏകദേശം ഒരുപോലെയാണെങ്കിലും ഇത് ബക്ക് ഡൗൺ കൺവെർട്ടറും ഇത് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറുമാണ്. അപ്പോൾ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറാണ് നമ്മൾ ഇതിലെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെക്കുന്നതിനായിട്ടൊരു ബോക്സ്, CCTV ക്യാമറയുടെ ഒരു ബോക്സിൽ നമ്മൾ ഹോൾസൊക്കെ ഇട്ട് സ്വിച്ച് DC കണക്ടറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വയറും നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു ഓൺ ഓഫ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മോഡത്തിലേക്ക് പോകുന്ന ഈ ഒരു ഔട്ട് സ്വിച്ചിങ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു ഓൺ ഓഫ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചാർജിങ് സെക്ഷനാണ്. നമ്മളെ മോഡത്തിൻ്റെ ചാർജർ നമ്മൾ ഈ ഒരു പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ചാർജ് ആകും. അപ്പോൾ അതും ഒരു DC കണക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു LED വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഡയറക്റ്റ് നമ്മൾ നേരിട്ട് നമ്മൾ ഈ ഒരു പോസിറ്റീവ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഡയോഡ് ഇട്ടിട്ടുണ്ട്. 4007 ഒരു ഡയോഡ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റർ നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കറണ്ട് ഇല്ലെങ്കിലും നമ്മൾ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ വന്ന് ഈ ഒരു ലൈറ്റ് കത്തിക്കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ BMSൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കണം. അപ്പോൾ BMSൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യത്തെ ബാറ്ററിയുടെ ആദ്യത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മൾ ഇവിടെ 0 വോൾട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ BMS തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0 വോൾട്ട് എഴുതിയിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും വോൾട്ടേജ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം 0 വോൾട്ടും അത് കഴിഞ്ഞ് ആദ്യത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം 4.2 വോൾട്ടിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം 8.4 വോൾട്ടിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം നമുക്ക് 12.6 വോൾട്ടിൽ കൊടുക്കണം. അപ്പോൾ നമ്മുടെ BMSൻ്റെ കണക്ഷൻ ആ ഒരു രീതി അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കൊടുക്കേണ്ട ഭാഗം ഇവിടെയാണ്. പോസിറ്റീവും നെഗറ്റീവും കാണാം. അപ്പോൾ ഇവിടെയാണ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കൊടുക്കേണ്ടത്. നമുക്ക് BMSൻ്റെ സർക്യൂട്ട് ഒന്ന് സോൾഡർ ചെയ്ത് എടുക്കാം.
അപ്പോൾ ബി എം എസിൻ്റെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 11.35 വോൾട്ട്, നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത അതേ വോൾട്ട് നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ബാറ്ററി ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ചാർജിങ്ങിൻ്റെ ആ ഒരു വയർ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഇതിൽ കൊടുക്കുകയാണ് ആദ്യം. നമ്മൾ ചാർജർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കണക്ഷനാണ് ആദ്യം കൊടുക്കുന്നത്. ചാർജിങ് സെക്ഷനാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. ബി എം എസിൻ്റെ ചാർജിങ് സെക്ഷൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കണക്ടറിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ബി എം എസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ചാർജർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ബാറ്ററി ചാർജ് ആവും. നമ്മൾ ആ സ്വിച്ചിൻ്റെ ആ ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. സ്വിച്ച് നമ്മൾ സ്വിച്ചിൻ്റെ ആ ഒരു വയർ നമ്മൾ ഈ ഒരു ബി എം എസിൻ്റെ പോസിറ്റീവിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത വയർ നമ്മൾ കൺവെർട്ടറിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുകയാണ്. ഒരു വയർ നമ്മൾ കൺവെർട്ടറിൻ്റെ പോസിറ്റീവിലും കൊടുത്തിട്ടുണ്ട്. കൺവെർട്ടറിൻ്റെ നെഗറ്റീവ് വയർ സോൾഡർ ചെയ്തിട്ട് ബി എം എസിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുകയാണ്. കൺവെർട്ടറിൻ്റെ നെഗറ്റീവ് സപ്ലൈ നമ്മൾ ബി എം എസിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കണം. അപ്പോൾ ഈ സ്വിച്ച് ഓണായി കഴിഞ്ഞാൽ നമുക്ക് കൺവെർട്ടറിലേക്ക് ലൈൻ വന്നിട്ടുണ്ട്. സ്വിച്ച് ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് കൺവെർട്ടറിൽ നിന്നുള്ള വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. 11.5 വോൾട്ടേജേ ഉള്ളൂ. 11.5 വോൾട്ടേ ഉള്ളൂ. ആ ബി എം എസിൽ 11.5 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ കൺവെർട്ടറിൽ നമ്മൾ 12.8 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 12.8 12.7 ഉണ്ട്, 8 ഉണ്ട്. അപ്പം നമുക്കിതിൽ ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അപ്പോൾ ഈ നമ്മളെ ബാറ്ററി 3.7 വോൾട്ട് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഫുൾ ചാർജൊക്കെ ആകുമ്പോൾ ഏകദേശം 12 വോൾട്ട് വരും. അപ്പോൾ 3.7 വോൾട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വോൾട്ടേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൂസ്റ്റ് കൺവെർട്ടർ വഴി നമ്മൾ 12 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 10 വോൾട്ട് ആയി കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു കൺവെർട്ടർ 12 വോൾട്ടിൽ തന്നെ വോൾട്ടേജ് നിർത്തും. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മോഡം കൊടുക്കാനുള്ള ആ ഒരു ഔട്ട്പുട്ട്, മോഡം കൊടുക്കാനുള്ള ആ ഒരു കണക്ഷനും കൂടി സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ മോഡം കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ കൺവെർട്ടറിൻ്റെ ഔട്ടിലേക്കാണ് മോഡം കൊടുക്കേണ്ടത്. അപ്പോൾ ന്യൂട്രും നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു യു പി എസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചാർജിങ് ചെയ്ത് നമുക്ക് ചാർജറും കൊടുത്ത് നമ്മളെ മോഡം ഒന്ന് കൊടുത്ത് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മളെ മോഡത്തിൽ കൊടുക്കുന്ന അതേ ചാർജറാണ് നമ്മളെ യു പി എസ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 12 വോൾട്ട് 1 ആംപിയർ. അപ്പോൾ ഈ ചാർജർ നമ്മളൊന്ന് കൊടുത്ത് കാണിക്കാം. ചാർജർ കൊടുത്തപ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ഗ്രീൻ LED ഉണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മളെ ബാറ്ററി ഇപ്പോൾ ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ DC കണക്ടർ വെച്ച് ഒരു കോഡ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ മോഡത്തിലേക്ക് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അത് മോഡം ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചാർജർ ഊരിക്കഴിഞ്ഞാൽ മോഡം ഓഫ് ആവില്ല. സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു UPS ചെയ്തെടുക്കാം. ക്യാപ്പ് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് അടച്ചു വയ്ക്കാൻ പറ്റും. അപ്പം സ്ക്രൂ എന്തിനെങ്കിലും നമ്മളത് ഇളക്കണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആകും.